നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു നാടൻ പലഹാരമാണ് അട. ഇത് മിക്ക പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അതല്ല, ഇതുണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം. ഈ അട നമ്മൾ ചുട്ടെടുത്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ്. പിന്നെ 1 കപ്പ് തേങ്ങ, ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതുപോലെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിന്. ഇനി ഇതൊന്ന് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അല്പാൽപമായിട്ട് ഒഴിക്കണം, വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. നോർമൽ വാട്ടറാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഇതിന് ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. നോർമൽ വാട്ടർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അധിക സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. മാവ് അതുപോലെ കുഴച്ചെടുത്ത മാവ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈയോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇല നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഇലയാണ്. അപ്പോൾ നമുക്ക് ഈ മാവ് ഈ ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇലയിലേക്ക് മാവെന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് പരത്തി കൊടുക്കാം. കൈ വെള്ളത്തിലൊന്നും തൊട്ടിട്ട് പരത്തുമ്പോൾ നമുക്കിത് നന്നായി പരത്താൻ പറ്റും. അടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര കനം കുറച്ച് പരത്തണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം കനം കുറച്ച് പരത്താം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും, ഇലയുടെ 4 ഭാഗത്തേക്ക് ആകത്തക്ക വിധത്തിൽ വെള്ളത്തിൽ തൊട്ടിട്ട് നമുക്കത് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. അധികം പ്രഷറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ പരത്തിയാൽ മതി. എല്ലാ വശത്തേക്കും ആവണം. അപ്പം എത്രമാത്രം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും നമുക്ക് കനം കുറച്ച് പരത്താം. അപ്പം അത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം അതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ശർക്കരയും വെച്ച് കൊടുക്കണം. നാളികേരമൊക്കെ കൂടുതൽ ഇട്ടാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെന്ന് അത്ര അനുസരിച്ച് എടുക്കാം. ഇപ്പം അട പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശത്ത് മാത്രം ഇട്ടാൽ മതി, മറ്റു വശം മറിച്ചിടുന്ന കാരണം നമുക്ക് ഒരു വശത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡിൽ പകുതി ഭാഗത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ല കത്തി കൊണ്ട് ചിരകിടാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് സൗകര്യം എളുപ്പത്തിലാവുന്നതും കത്തി കൊണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ചെറിയ പോർഷനായിട്ട് ചിരണ്ടി എടുത്താൽ മതി. ഇത് മിക്കവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് ഇങ്ങനെ ചിരകിയിട്ട് കൊടുക്കാം. അതും ഒരു സൈഡിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഒരു വശം ഇതിന്ന് മറിച്ചിടുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇപ്പം നാളികേരം ഇട്ടിട്ടുണ്ട്, ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല മടക്കിയെടുക്കാം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇല്ലാത്ത ഭാഗത്തുനിന്ന് ഉള്ള ഭാഗത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ ഇപ്പം അങ്ങനെ ഒരെണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും ആക്കാം. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ കാണിക്കാം. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി അടുത്തതും കൂടെ നമുക്കിതുപോലെ ആക്കാം. അതുപോലെ മാവ് എടുത്തിട്ട് പതുക്കെ പരത്തി കൊടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക. അതിന് ശേഷം വെള്ളത്തിൽ തൊട്ടിട്ട് വീണ്ടും പരത്തുക. വെള്ളത്തിൽ തൊട്ട് പരത്തുമ്പോഴാണ് അത് നന്നായി കനം കുറഞ്ഞ് കിട്ടുള്ളൂ. ഒരല്പം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരം ഉണ്ടാക്കിയിരുന്നതാണ്. 4 മണി പലഹാരം ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. അതുപോലെ വിശേഷങ്ങൾ വരുമ്പോൾ ഇനി ഇതിലേക്ക് നാളികേരം വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രം വെച്ചാൽ മതി. ആവശ്യത്തിനുള്ള നാളികേരം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയും കൂടെ ചേകിയിട്ട് കൊടുക്കാം. ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിലായി കിട്ടും. ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ ഇത്രയും കൂടെ സമയം വേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇടുകയാണ്. നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. അതുപോലെ എത്ര മധുരം വേണം അതിനനുസരിച്ച് ഇടാം. അപ്പം അതും ആയിട്ടുണ്ട്. ഇനി ഈ ഇല നമുക്ക് മടക്കിയെടുക്കാം. ഇതിനി പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അട എല്ലാം തയ്യാറായിട്ടുണ്ട്. ഒരു 9 എണ്ണമാണ് ഈ ഒരു അളവ് വെച്ചിട്ട് കിട്ടിയത്. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. നന്നായി അരിച്ചെടുത്ത അരിപ്പൊടിയാണ്.
നമുക്കതൊരു പാത്രം വെച്ച് ചുട്ടെടുക്കാം. ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പഴയ ചപ്പാത്തി കല്ലോ എടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണ കല്ലാവുമ്പോൾ ചിലപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കരിഞ്ഞു പോണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അട ചുട്ടെടുക്കാൻ എപ്പോഴും ഒരു പഴയ പാത്രം എടുക്കുകയാണ് നല്ലത്. തീ കൂട്ടിയിടുമ്പോൾ ഇലയുടെ അടി കരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ഇത്തിരീശ വെള്ളം തളിച്ചു കൊടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്തിരീശ കരിഞ്ഞു പോകാതിരിക്കാൻ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്, ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിടാം. കല്ലിലിടുമ്പോൾ എപ്പോഴും നടുഭാഗം വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്ത് വരുമ്പോഴാണ് അടയുന്ന ഇല വിട്ടുപോരുക. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ വശം നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇനിയും അടുത്ത വശം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ തീയിൻ്റെ ചൂട് കാരണം ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിത് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ കുറേ സമയമൊന്നും ആവശ്യമില്ല. ഇത് ചൂടോടെയും കഴിക്കാം, ചൂടാറിയിട്ടും കഴിക്കാം. എങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. ഇത് ഒരു ദിവസം വരെ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം മറ്റേ വശവും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഇടുമ്പോൾ ഇതുപോലെ ആ നടുവിലത്തെ ഭാഗം ഇതിൻ്റെ നടുവിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല വാടിയിട്ടുണ്ട്, ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനിപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടും എടുക്കാം. ഇഡ്ഡലി ചെമ്പിലോ എങ്ങനെയും വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ടും ഈ അട ഉണ്ടാക്കാൻ നല്ലത് തന്നെയാണ്. അപ്പം അങ്ങനെ അതും ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ നാടൻ വിഭവമായ അട തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.